ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് കിഡ്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതേപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റിന് വരുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾ ആരും ഗിവ് അവേയുടെ കാര്യം മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ 2-3 ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. ഞാൻ എൻ്റെ വീട്ടിലായ കാരണം അവിടെ റേഞ്ച് കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ആദ്യം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. 1/2 കപ്പ് അളവ് പൊടിച്ച പഞ്ചസാരയിലോട്ട് 6 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡറും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊക്കോ പൗഡറിന് ചെറുതായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ആ കയ്പ്പ് ടേസ്റ്റ് അത്രത്തോളം നമുക്ക് ആ ഒരു ചോക്ലേറ്റിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് പൗഡർ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സിങ്ങിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ചോക്ലേറ്റിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ടെക്സ്ചർ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു പൊടി ഇങ്ങനെ കടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതൊരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുക. ഒട്ടും തരിയില്ലാണ്ട് വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊരു 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോസ് പാനിലെ വെള്ളം ചൂടായി വരുന്ന സമയത്തേക്ക് അതിന് മുകളിലോട്ട് വേറൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മെൽറ്റഡ് ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ സോൾട്ടഡ് ബട്ടർ അല്ലാത്തത് വേണം ചേർക്കാൻ. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂൺ ബട്ടർ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് അതിൽ ചെറുതായിട്ട് അറിയും. അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ബട്ടറും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു വെളിച്ചെണ്ണ ചുവ വരുള്ളൂ. നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ 6 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്താൽ മതി. ആ ബട്ടറും വെളിച്ചെണ്ണയുടെ മിക്സും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. അതിൽ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 1-2 ടീസ്പൂൺ ഒരു സമയത്ത് 1-2 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അടുത്തത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐസിങ് ട്രേയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സിലിക്കൺ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇതേപോലുള്ളൊരു മോൾഡാണ്. ഇത് ഞാൻ കേക്കിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചാണ്. ആകെ ഇതിന് 20 രൂപ എങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനൊരു ഇച്ചിരി ബട്ടർ വെച്ചിട്ട് ചെറുതായിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അതൊന്ന് തടവി കൊടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് റീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഐസ് ട്രേയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയോ ബട്ടറോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ട്രേയിലും അതൊന്ന് നിറച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതെല്ലാ ഭാഗത്തും ലെവലായിട്ടിരിക്കും. അപ്പോൾ ഓരോന്നും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് നോക്കുക. ഇനിയും കുറച്ചും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് അത് ഫില്ല് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ
ഞാനിവിടെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ലെവലിൽ ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി കാഷ്യൂസോ അല്ലെങ്കിൽ പിസ്റ്റാച്ചിയോ എന്തെങ്കിലും ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. ഇത് ഞാനിപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും വേണം. അരമണിക്കൂറിൻ്റെ ഉള്ളിലേ ഇത് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കറക്റ്റ് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു രീതിയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കുക. നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു സമയം എടുക്കും കേട്ടോ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഈ ഒരു ചോക്ലേറ്റും കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ച കാരണം കുറച്ചൊരു ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഇച്ചിരി നേരം കൂടെ കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഈ ഒരു ചോക്ലേറ്റും വരുന്നതാണ്. വളരെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.